ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു 3 ഫേസിൻ്റെ റീവയറിങ്ങിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 വേ വരുന്നൊരു സ്ലൈഡറിൻ്റെയാണ് നമ്മൾ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് കേട്ടോ. സ്ലൈഡറിൻ്റെ DBയും റോട്ടർ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അടുത്ത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ സ്ലൈഡറിൻ്റെയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. MCV കാര്യങ്ങൾ നിങ്ങൾ വീഡിയോസിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും DB ഒന്ന് പൊട്ടിച്ചു നോക്കാം. അത് 6 വേ വരുന്നത് 3 ഫേസിൽ കേട്ടോ. ഇത് റോട്ടറി വരുന്നത് സെപ്പറേറ്റ് ഇതേപോലെ പാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് അയച്ചെടുത്തിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണ ഇതിൽ നിന്ന് അയച്ചെടുത്തിട്ട് നമ്മൾ സേഫായിട്ട് വേറെ ബോക്സ് ഇട്ടൊക്കെ ചെയ്യാറ്. ഇത് സിമ്പിളായിട്ട് ഇതിൽ തന്നെ അയച്ചു വരുന്നുണ്ട്. ഞാനിത് ഇതിൻ്റെ സ്നൈഡറിൻ്റെ സിംഗിൾ ഫേസ് DBകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഫേസ് ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ബാർ കണക്റ്റിംഗ് ആണ് വരുന്നത്. അതേപോലെ വയറല്ല കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് ഏറ്റവും നല്ലത്. കാരണം കുറച്ചുകൂടി കൂടുതൽ ലൈഫ് കിട്ടാനും ഈ ബാർ കണക്റ്റിംഗ് ആണ് ഈ ഒന്നുകൂടി നല്ലത് കേട്ടോ. എല്ലാ ഭാഗത്തും കണക്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റോട്ടറി വരുന്ന 63 ആമ്പിയറിൻ്റെയാണ്. ഓരോന്നും ഓരോ ഇൻഡിക്കേറ്ററിന് ഓരോ സ്വിച്ചും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് പൊട്ടിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ നമുക്ക് മൂടി സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മൂടി സെപ്പറേറ്റ് ആക്കി വെക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ബോക്സിൽ ഇതേപോലെ വരും കേട്ടോ. നമുക്കൊരു സ്കാനർ വരുന്നുണ്ട്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് കയറും കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് കലവും കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കിംഗ് കവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സൈറ്റിൽ ഇത് വെച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസ്കിൻ ടേപ്പൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിൽ കൂടി മാത്രമേ മാസ്കിൻ ടേപ്പ് അടിച്ച് വിട്ട് കഴിഞ്ഞാൽ സാധനം സെറ്റായി നിൽക്കും കേട്ടോ. ഒട്ടുമിക്ക DBകളിലും ഇത് ഏറെക്കുറെ ഇതേപോലെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ റോട്ടറി സ്വിച്ച് ഉണ്ടല്ലോ, ഈ റോട്ടറി സ്വിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഡമ്മി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഡമ്മി നമുക്ക് ഊരി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഇത് ഊരിയിട്ട് നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. ഭാവിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ലോഡ് കൂടുന്നതിനനുസരിച്ച് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ സ്നൈഡർ DB എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.